ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അവരെല്ലാവരും കൂടി താക്കോല് വാങ്ങിയിട്ട് ശാരദയും കുടുംബവും ആ വാടക വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നിളമോള് പറയുന്നുണ്ട്, ഇനിയിപ്പ എല്ലാവരും പറയുന്ന പോലെ ഈ വീട്ടിൽ ഗോസ്റ്റ് എങ്ങാനും ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശാരദ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ഗോസ്റ്റ് അല്ലേ മോളെ നമ്മൾ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ നിങ്ങൾ ചിരിക്കണേ എന്ന് ചോദിക്കുകയാണ്. ആ ഗോസ്റ്റിന്റെ അർത്ഥം അമ്മയ്ക്ക് അറിയില്ലേ എന്ന് നീള ചോദിക്കുകയാണ്. അപ്പോൾ ഗോസ്റ്റ് എന്ന് പറഞ്ഞ അതിഥികൾ, നമ്മളല്ലേ വീട്ടിലോട്ട് വന്ന അതിഥികൾ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടുത്തെ അവരുടെ അമ്മൂമ്മ പറയുന്നുണ്ട്, എടി ശാരദ പൊട്ടി, അങ്ങനെയല്ല, ഗോസ്റ്റ് എന്ന് പറഞ്ഞ ഗസ്റ്റ്, അത് ഗസ്റ്റാണ്, അതിഥി എന്ന് പറഞ്ഞ ഗസ്റ്റാണ്, ഗോസ്റ്റ് എന്ന് പറഞ്ഞ പ്രേതം എന്നാണ് അർത്ഥം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ പ്രേതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയ്യോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദ കണ്ണു തള്ളി നിൽക്കാണ്. പ്രേതോ ഈ വീട്ടിലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊരു തമാശ പറഞ്ഞല്ലേ അമ്മേ എന്ന് പറയാണ്. ആണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പോയിട്ട് ആ വാതിലങ്ങ് തുറന്ന്, ഞാൻ തുറക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പം കാവേരി പറയണം, പിന്നെ അമ്മ തുറക്കാതെ പിന്നെ ആരാ തുറക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പേടിച്ച് നമ്മുടെ ശാരദ ഒരു വിധനെ ആ താക്കോല് തുറക്കാണ്. അപ്പോൾ കിടുകിടാന്നും പറഞ്ഞ് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ വാതിൽ അങ്ങനെ തള്ളി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ ജയബാലൻ വടിവാളുമായിട്ട് അവിടെ സോഫയിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ ശാരദ അയ്യോ എന്നും പറഞ്ഞ് തിരിച്ചു ഓടുകയാണ്. എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ദേ അവിടെ എന്ന് പറഞ്ഞങ്ങനെ. അപ്പൊ അവരങ്ങനെ വന്ന് നോക്കുകയാണ്. പക്ഷെ അവിടെ വരുമ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല. അത് ശാരദയുടെ ഒരു തോന്നൽ മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, അവൻ ജയപാലൻ എന്ന് പറയാണ്. അപ്പോൾ ജയപാലൻ ഇവിടെ ഒന്നും ഇല്ല അമ്മേ, ഇനിയിപ്പോ ഇല്ലേ, അപ്പൊ ഇവിടെ പോയി ഇപ്പൊ തന്നെ ഇവിടെ കണ്ടതാണല്ലോ എന്നിങ്ങനെ ശാരദ പറയുമ്പോൾ അതിന് വന്നെങ്കിലല്ലേ അമ്മ കാണാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മുടെ കാവേരി പറയുകയാണ്. അമ്മ കടന്നേ അകത്തോട്ട്. ഇല്ലേ, എനിക്ക് തോന്നിയതാ സത്യ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതേ അമ്മേ ഇല്ല അല്ലേ എന്നും പറഞ്ഞ് വീണ്ടും അങ്ങനെ അവരങ്ങനെ എല്ലാവരും അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് വിനീതും യമുനയൊക്കെ ആയിട്ട്. അപ്പൊ യമുന ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ നമ്മുടെ അവിടുത്തെ വീടിന്റെ അത്ര സൗകര്യമൊന്നുമില്ല, റൂമൊക്കെ കുറവാട്ടോ അമ്മയെന്ന് പറയാണ്. അപ്പൊ ആ സമയത്ത് ഇടി ഇവിടെ നമ്മൾ എന്തിനാ വന്നത്, നിളമോളുടെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകും, ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല എന്ന് കാവേരി പറയുന്നുണ്ട്. കാവേരി ആണെങ്കിൽ റൂമൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു റൂം കാണുകയാണ്. അപ്പോൾ ആ റൂമിൽ ചുവന്ന തുണി കൊണ്ട് ആ റൂം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കാണുന്നത്. അങ്ങനെ പെട്ടെന്നാണ് അവളെന്താ അതങ്ങനെയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പാത്രങ്ങൾ തട്ടി വീഴുന്ന ഒച്ച കേൾക്കുന്നത്. അപ്പോൾ നീളയും യമുനയും കൂടി നിൽക്കുന്നുണ്ട്. നീളയാണെങ്കിൽ കാത് രണ്ടും പൊത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും ഓടി വരുന്നുണ്ട്. എന്താ ഇത്, പാത്രം വീണതാണ് അമ്മുമ്മ എന്ന് പറയുന്നുണ്ട് യമുന. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്തിനാ ഇതൊക്കെ തട്ടിയിടാൻ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അമ്മുമ്മ. അപ്പം പറയുന്നത് ഞങ്ങൾ ഇവിടെ ജനൽ തുറന്നിങ്ങനെ നിൽക്കായിരുന്നു, പെട്ടെന്നാണ് ഇത് വീണത് എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അത് വല്ല കാറ്റും വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ അപ്പം എല്ലാവരുടെയും പേടി പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് പുറത്തുനിന്ന് ഒരു വിളി കേൾക്കുന്നത്. ഇവിടെ ആരുമില്ലേ, ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ രഘുനാഥ് സാറും അതുപോലെ തന്നെ അംബികാമയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാരാ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അംബിക അകത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ രഘുനാഥ് സാർ പറയുന്നുണ്ട്, വേണ്ടടി നമ്മൾ പുറത്തു നിന്നുള്ളവർ വരുമ്പോൾ അവരിങ്ങോട്ട് വരട്ടെ, അവരുടെ അനുവാദത്തോട് കൂടി കടക്കാം എന്ന് പറയാണ്. അപ്പോൾ ശാരദ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല എന്തിനാ നിങ്ങളിവിടെ നിന്നത്, നിങ്ങൾക്ക് വന്നൂടെ, ഇതൊക്കെ ചോദിക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് ശരിയാണ്, ഇത് ഞങ്ങളുടെ വീടൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങളിപ്പോൾ മറ്റൊരു കൂട്ടർ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങൾ അങ്ങനെ കടക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് വീടൊക്കെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അല്ല അവിടെ ഒരു റൂം അടച്ചിട്ട് കണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രഘുനാഥ് സാറും അംബികാമയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞങ്ങൾ അത് പറയാനും കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നത്, ആ റൂം തുറക്കണ്ട കേട്ടോ, അതങ്ങനെ അടച്ചിട്ടോട്ടെ. അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ കൊച്ചുമോനുണ്ടല്ലോ നരൻ്റെ കുറച്ച് സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്, അവൻ തന്നെയാണ് അത് പൂട്ടി അങ്ങനെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് ഞങ്ങളിങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ റൂം അടച്ചിടാൻ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പേടിക്കേണ്ട കേട്ടോ, ഞങ്ങൾ എത്രയോ വർഷം ഈ വീട്ടിൽ ജീവിച്ചതാണ്, ആരും പേടിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗംഗ നമ്മുടെ വിനീതിനോട് പറയുന്നുണ്ട്, വാ വിനീതേട്ടാ നമുക്ക് വിളക്കൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരകത്തോട്ട് പോകുന്നുണ്ട്. അപ്പം അവരാണെങ്കിൽ
ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വിളക്കൊക്കെ റെഡിയാക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീടിന് വേറെ ദോഷമൊന്നും ഇല്ല കേട്ടോ എന്തായാലും ഇതാണില്ലേ നീള എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇളയാള് എന്ന് പറഞ്ഞിട്ട് മോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവരുടെ അരികിൽ അങ്ങനെ ഇരുത്തുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മോള് മേടിക്കുകയാണല്ലോ, എന്തായാലും മോൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ രഘുനാഥ് സാർ പറയുന്നുണ്ട്, അതെ ഇപ്പോൾ ഈ അസുഖങ്ങളൊന്നും ഒരു പ്രശ്നമില്ല, ഇപ്പം അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, പൈസ ഉണ്ടായാൽ മതി എന്ന് പറയുകയാണ്. അപ്പം ശാരദാമ്മ പറയുന്നുണ്ട്, അത് ശരിയാണ്, എൻ്റെ മക്കൾക്കുള്ളത് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പം ഇവരുടെ അച്ഛൻ്റെ കാര്യം അറിയാലോ എന്ന് ശാരദ പറയുന്നുണ്ട്. അപ്പോൾ രഘുനാഥ് സാറ് പറയാണ്, അത് ശരിയാണ്, എന്നോട് അംബിക പറഞ്ഞു കാര്യങ്ങളൊക്കെ, എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചുമോൻ, എൻ്റെ മോനും പോയത് കണ്ടില്ലേ, അവനിപ്പോൾ ഒറ്റയ്ക്കായില്ലേ, ഞങ്ങൾ ജീവിച്ചില്ലേ, ഓരോരുത്തർ പോയി എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗംഗയും വിനീതും കൂടിയിട്ട് വിളക്കൊക്കെ റെഡിയാക്കിയിട്ട് തീപ്പെട്ടി എന്തെന്ന് ചോദിക്കുന്നുണ്ട്. തീപ്പെട്ടി ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നൊരു ഗംഗ എന്ന് പറഞ്ഞു, ഇതിന്റെ അകത്ത് ഇല്ല. അപ്പോൾ യമുന അവിടേക്ക് വരുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തീപ്പെട്ടിയൊക്കെ എടുത്തു വെക്കണമെന്ന്, അപ്പോൾ ഞാനിതിൽ വെച്ചതാ ചേച്ചി, ഉറപ്പായിട്ടും വെച്ചതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ല, ഞാൻ പോയി തീപ്പെട്ടി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ വിനീത് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അംബികാമ്മയും രഘുനാഥ് സാറും അകത്തോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു തീപ്പെട്ടിക്ക് എന്തിനാ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത്, എന്താ ഞങ്ങളുടെ വീട്ടിലില്ലേ, അവിടുന്ന് തരാലോ എന്ന് പറഞ്ഞിട്ട് രഘുനാഥ് സാർ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ വിനീതും കൂടിയിട്ട് ഗംഗ വിനീതിനെ തോണ്ടി വിടുകയാണ്. അപ്പോൾ വിനീതും കൂടിയിട്ട് രഘുനാഥ് സാറിൻ്റെ കൂടെ പോവുകയാണ്. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വിനീത് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മറ്റൊന്നല്ല, നമ്മുടെ ജയബാലൻ അവിടെ വീടിൻ്റെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രഘുനാഥ് സാറിന് മനസ്സിലാകുന്നില്ല ആരാണെന്നുള്ളത്, അത് ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എടാ നീ എന്താടാ വിചാരിച്ചത്, അവിടെ നിന്നും എല്ലാവരെയും രക്ഷപ്പെടുത്തി നീ ഇവിടെ വന്ന് സുഖമായി ജീവിക്കാന്ന് വിചാരിച്ച, നടക്കില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി നമ്മുടെ ജയബാലൻ. അപ്പോൾ ആ സമയത്ത് വിനീത് അമ്മായി ഗംഗേ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും ഈ പറയുന്ന ജയബാലൻ വിനീതിൻ്റെ ഷർട്ടിൻ്റെ കോളറക്കി പിടിക്കുകയും അതുപോലെ തന്നെ അവനെ തല്ലാൻ കൈ ഓങ്ങുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കാവേരി വരുന്നുണ്ട്. കാവേരി വന്നിട്ട് ജയബാലനെ തട്ടി മാറ്റുകയാണ്. അതുപോലെ തന്നെ യമുനയും ഗംഗയും കാവേരിക്കൊപ്പം കൂടുന്നുണ്ട്. അയാളെ തട്ടി പുറത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ആ സമയത്താണ് ശിവരാമൻ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ ശിവരാമൻ ചോദിക്കുന്നത്, എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ജയബാലനെ കണ്ടിട്ട് ശിവരാമൻ ഞെട്ടിക്കുകയാണ്. ജയബാലനോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം അച്ഛൻ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ശിവരാമൻ വന്നിട്ട്. ഇയാൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് കുരയ്ക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്ന് ഇറങ്ങിപ്പോടാ ഇവിടെ നിന്നിട്ടും എന്നൊക്കെ ആ രഘുനാഥ് സാറും പറയുന്നുണ്ട്. അപ്പോൾ ശിവരാമൻ ജയബാല ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒന്നും വന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ, എന്തിനാ നീ പ്രശ്നം ഉണ്ടാക്കുന്ന, നമ്മൾ തമ്മിലുള്ള ഇടപാടൊന്നും ഇവിടെ അറിയില്ല കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് നരൻ അവിടേക്ക് വരുന്ന കാഴ്ച കാണുന്നത്. നരനെ കണ്ടിട്ട് നമ്മുടെ നമ്മുടെ കാവേരി അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ പ്രശ്നങ്ങളൊക്കെ നരൻ വന്ന് സോൾവ് ആക്കുന്നുണ്ട്. നരൻ ജയപാലിനെ അടിച്ച് തകർക്കുകയാണ്. ഇനി ഈ കുടുംബത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവനെ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും സമാധാനത്തോടു കൂടി പാല് കാച്ചലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ആ കാച്ചിയ പാല് വെച്ചിട്ട് ചെറിയൊരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് അതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നരന് കൊടുക്കാൻ വേണ്ടി കാവേരിയാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ കാവേരി ഒരു ഗ്ലാസ് പായസവുമായിട്ട് നരൻ്റെ പുറകെ പോകണം. നരനാണെങ്കിൽ ഓഫീസിലോട്ട് പോകാനുള്ള തിരക്കിൽ ചെവിട്ടിയിൽ ഫോണൊക്കെ വെച്ചിട്ട് കാവേരി ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ കാറിൻ്റെ അരികിലേക്ക് കാറിൽ കയറിയിട്ട് പോവുകയാണ്. കാവേരിയുടെ കയ്യിലുണ്ടായിരുന്ന പായസം തട്ടിപ്പോകുന്നുണ്ട്. കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ കാവേരിക്ക് ദേഷ്യം വരുന്നുണ്ട്. നരൻ്റെ ആ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളത്തെയും പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.